ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു homelymealcourt. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് ഉലർത്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ നമ്മൾ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീഫ് ഉലർത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപ്പ് മാത്രം ചേർത്ത് കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ച് വേവിച്ച് വയ്ക്കാം. കൂടെ തന്നെ ഒരു 100 ഗ്രാം ചെറുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് നമുക്ക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 30 വറ്റൽമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ചധികം കറിവേപ്പിലയും റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബീഫ് ഉലർത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് രണ്ടും ചേർത്ത് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറുള്ളി മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കളറ് മാറുന്ന വരെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ കുറച്ചധികം ചെറുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് ഉലർത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ചെറുള്ളി ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം, അതായത് ഫ്രൈ ആയി കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഈ ഒരു ബീഫ് ഉലർത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കളർ മാറി കിട്ടുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളക് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും വറ്റൽമുളകും നന്നായിട്ട് ഫ്രൈ ആയി റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ബീഫ് കുക്കറിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയതുകൊണ്ട് ഇനി ഇതിപ്പോൾ മൂടി വെച്ച് വേവിക്കുന്നില്ല. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു ബീഫ് ഉലർത്ത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മൂപ്പ് കുറഞ്ഞ ബീഫായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്ത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ ബീഫ് ഉലർത്ത് തയ്യാറായിട്ടുണ്ട്. ഒരു വെറൈറ്റിയൊക്കെ പരീക്ഷിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എരിവ് കുറഞ്ഞ് തയ്യാറാക്കുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.